ഹലോ ഗൈസ്, അപ്പോൾ സൺഡേ ആയിട്ട് ഞാനെങ്കിലും ബീഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. സെറ്റ് അപ്പോൾ ബീഫൊക്കെ കഴുകി കുക്കറിലേക്ക് ഇട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ അതിലേക്ക് ഇട്ടു. ബാക്കി നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ഇടാലോ വിചാരിച്ചിട്ട്. അപ്പം കല്ലു അപ്പുറത്തിരുന്നിട്ട് കല്ലുൻ്റെതായ വികൃതികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ ഒന്ന് കുറച്ച് മസാലയൊക്കെ ഇട്ട് സെറ്റാക്കി കുക്കറിൽ വെച്ച് ബാക്കി നമ്മൾ മസാലയ്ക്കുള്ള പരിപാടിയൊക്കെയാണ് ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണതല്ലേ, വെറുതെ പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് കല്ലൊന്നൊക്കത്ത് കയറി വെറുതെ ഒരു കാര്യമല്ലാണ്ട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഞാൻ അറിഞ്ഞ തക്കാളി ഇല്ലയെന്ന്. ലാസ്റ്റ് ഞാൻ തക്കാളിക്ക് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും പറഞ്ഞു വിട്ടതാ വരുന്നു ഗൈസ്. മഴ ഉണ്ടായിരുന്നു, അപ്പോൾ തക്കാളിക്ക് പോയ ആൾക്കാർ വേറെ എന്തൊക്കെയൊക്കെയോ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സന്തോഷത്തിലാണ്. പിന്നെ തക്കാളിയൊക്കെ ഇട്ട് സെറ്റാക്കി മസാലയൊക്കെ ഏകദേശം റെഡിയായി. അതിലേക്ക് ബീഫൊക്കെ ഇട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് ഞാൻ കുക്ക് ചെയ്തു ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യും. എന്നാലും ഇന്ന് സൺഡേ ആയതുകൊണ്ട് വെറുതെ ഒന്നിരുന്നപ്പം തോന്നിയതാണ്. പുറത്ത് നല്ല മഴയും, പുറത്തേക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പച്ചമുളകിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് മറ്റേ എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ അത് ബീഫിൻ്റെ ഒരുവിധമൊക്കെ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് പ്രക്രിയയിലേക്ക് എത്തി. സെറ്റായി ഏകദേശം. കുഴപ്പമില്ലല്ലേ. പുറത്ത് നല്ല മഴയായിരുന്നു. പിന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, എന്നാലും വല്ലപ്പോഴും വലിയ കുഴപ്പമില്ലല്ലേ ഗൈസ്. അങ്ങനെ ചെറുതായിട്ടൊന്ന് എനിക്ക് വലിയ ടേസ്റ്റ് ഇഷ്ടമല്ല, എന്നാലും മുളക് കണ്ടാൽ അറിയാലോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ ചോറ്. അപ്പോൾ ബൈ.